ഗുഡ് മോർണിംഗ്. ഇന്ന് ഫുള്ള് റെഡിയാണ്. നമ്മൾ ചെറിയൊരു യാത്ര പോവുകയാണ് കേട്ടോ. നമ്മൾ കേരളത്തിലേക്ക് വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ പോയി കാണേണ്ട, നമുക്ക് അത്രയ്ക്ക് കടപ്പാടുള്ള ഒരു വ്യക്തിയുണ്ട്. മലപ്പുറത്തിൻ്റെ സ്നേഹം നമുക്ക് സമ്മാനിച്ച കൊണ്ടോട്ടിയിലെ നാസർക്ക ഉദയ സൈക്കിൾസിൻ്റെ ഓണറെ. അപ്പോൾ നമ്മൾ നേരെ കൊണ്ടോട്ടിയിലേക്ക് പോവുകയാണ്. ഞാനുണ്ടല്ലോ നമ്മളുടെ ഇലക്ട്രിക് സ്കൂട്ടറല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ചാർജർ കൂടി എടുക്കുന്നുണ്ട്. ഇൻ കേസ് എവിടെയെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാർജ് ചെയ്തെടുക്കാം. ഇപ്പോൾ KCBയുടെ ചാർജിങ് പോയിൻറ്റുകൾ പോസ്റ്റിലൊക്കെ കാണാമെന്നാണ് കേട്ടോ പറഞ്ഞത്. ഒന്ന് തപ്പിപ്പോൾ നമുക്ക് എന്തായാലും ഒരു 70 കിലോമീറ്റർ ഇതിന് മൈലേജ് ഉണ്ട്. നമുക്ക് ഇവിടുന്ന് കൊണ്ടോട്ടി പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ആകെ 50 കിലോമീറ്റർ മതി. അഥവാ വേറെ എങ്ങോട്ടെങ്കിലും പോകേണ്ടി വന്നാലോ. അപ്പോൾ ആദ്യമേ പറഞ്ഞു നിൽക്കുന്നില്ല, നമ്മൾ നേരെ പോവുകയാണ് കേട്ടോ മലപ്പുറത്തിൻ്റെ സൈക്കിൾ ഫാക്ടറിയിലേക്ക്. ഗൂഗിൾ ചേച്ചി എന്തായാലും എന്നെ ഷോർട്ട് വഴി പെട്ടെന്ന് അങ്ങോട്ട് എത്തിക്കാമെന്നാണ് പറഞ്ഞത്. കുറേ നാളിന് ശേഷം നമ്മുടെ നാട്ടിലൂടെ ഓടുമ്പോഴേ ഹായ് നല്ല മണം, വാഴയിലയുടെ ഒക്കെ മണം വരുന്നുണ്ട്. ഹായ് പച്ചപ്പ്, ഹരിതാപം, മൊത്തത്തിലൊരു പോസിറ്റിവിറ്റി കേട്ടോ. നമ്മളങ്ങനെ എത്തി കേട്ടോ. അതാ നമ്മളുടെ ആ ഒരു കൊണ്ടോട്ടി ഒരു ജംഗ്ഷൻ വരുന്നില്ല, ആ ജംഗ്ഷനിൽ തന്നെയാണ് ഉദയ സൈക്കിൾ മാർട്ട് എന്ന് പറഞ്ഞിട്ട്. ഫ്രണ്ട്സ്, നമ്മുടെയൊക്കെ ഉണ്ടല്ലോ ചെറുപ്പകാലത്ത് നമുക്ക് ഏറ്റവും അധികം സന്തോഷം തരുന്നൊരു കാര്യമാണ് ഒരു പുതിയ സൈക്കിള് അത് നമ്മളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത്. എൻ്റെക്കൊക്കെ ഉണ്ടല്ലോ, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് സൈക്കിൾ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ദിവസത്തിൻ്റെയൊക്കെ സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ് കേട്ടോ. അങ്ങനെ കഴിഞ്ഞ 57 വർഷങ്ങളായി നമ്മളുടെ മലപ്പുറം ഈ ഒരു മലബാർ മേഖലയിൽ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് കേരളത്തിലെ ഒരുപാട് കുട്ടികളെ സന്തോഷിപ്പിച്ച് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്കാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. മുഖവരിയുടെ ഒന്നും ആവശ്യമില്ല, നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളുടെ നാസർക്കേനെ നമ്മുടെ കൊണ്ടോട്ടിയിലെ ഉദയ സൈക്കിൾസിലെ നാസർക്ക. ഇതിനു മുമ്പ് ഞാൻ സൗണ്ട് മാത്രമേ കേട്ടിട്ടുള്ളതാ, ഇപ്പം നേരിട്ട് കാണുകയാണ്. ഇതാണ് നമ്മുടെ നാസർക്ക. നാസർക്ക, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ആദ്യം എന്നോട് പറഞ്ഞു ഞാൻ ക്യാമറയുടെ മുമ്പിൽ വരുന്നില്ല, ഭയങ്കര എന്താ പറയുക, എനിക്ക് സഭാകമ്പം ഭയങ്കര. ഞാൻ പറഞ്ഞു ഒന്നും അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ റിയലായിട്ട് എന്തുണ്ടോ അത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നാസർക്കയുടെ ഇത് 57 വർഷത്തിന് മേലെയുള്ള 4 നിലകളായിട്ട് നിൽക്കുന്ന ഉദയ സൈക്കിൾസിലേക്ക്. നാസർക്ക, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? സുഖമാണ്. എങ്ങനെയായിരുന്നു നമ്മുടെ തുടക്കം? ഉപ്പ തുടങ്ങിയ സ്ഥാപനം അല്ലേ? തുടങ്ങിയതായിരുന്നു, വാടകയ്ക്ക് കൊടുത്ത് തുടങ്ങിയ സ്ഥാപനമായിരുന്നു. സൈക്കിളുകൾ ഇവിടുത്തെ ആളുകളൊക്കെ അതേപോലെ തന്നെ പണ്ടിട്ട് തന്നെ ചവിട്ടി പഠിച്ചതും കാര്യങ്ങളൊക്കെ ഉപ്പനെ ഭയങ്കര താല്പര്യമായിരുന്നു ആളുകൾക്ക്. ആ താല്പര്യം കമ്പനികൾക്ക് വന്നു, പിന്നെ ഞങ്ങളെ വളർച്ച അതിൽ നിന്ന് വന്നതാണ്. ഇപ്പൊ എത്ര സ്ഥാപനങ്ങളുണ്ട്? നമുക്ക് ഒരു 10-18 സ്ഥാപനത്തിന് മേലെയുണ്ട്. ഇവിടെ കുറെ സബ് ഡീലേഴ്സ് ഉണ്ട്. ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് വർക്ക് ചെയ്യാണ്. നമ്മുടെ ഈ ഒരു ഫാമിലിക്ക് നാസർക്കായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആ ഒരു ഗ്രേറ്റ് ഏഷ്യൻ റൈഡ് പ്ലാൻ ചെയ്ത സമയത്ത് ഞാനിങ്ങനെ സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് അന്വേഷിച്ചിരുന്നു. ആ ഒരു സമയത്ത് നമ്മളുടെ വീഡിയോസ് കാണുന്നതാണ് നാസർക്ക പറഞ്ഞു, നീ ഇങ്ങോട്ടേക്ക് വാ, എന്നിട്ട് നിനക്ക് ഏത് സൈക്കിളാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ട് അത് നോക്കിയിട്ട് നിൻ്റെ ഇഷ്ടത്തിന് നോക്കിയിട്ട് എടുത്തിട്ട് പോ എന്ന് പറഞ്ഞ് ആ ഒരു സമയത്ത് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. ആ ഒരു എനർജിയുടെ ഒക്കെ പുറത്താണ് കേട്ടോ നമ്മൾ ഈ ഒരു യാത്ര പുറപ്പെട്ടത്. ശരിക്കും അത് സക്സസ്ഫുള്ളി ആയിട്ട് തിരിച്ചു വരണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. സൈക്കിൾ ഓടിച്ച് തന്നെ ഇവിടെ തന്നെ വരണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ നമുക്ക് സാഹചര്യങ്ങൾ സാധിച്ചില്ല. പക്ഷേ കേരളത്തിൽ വന്നിറങ്ങിയിട്ട് ഫസ്റ്റ് ഞാൻ ആദ്യം കാണാൻ വരുന്നത് നമ്മുടെ നാസർക്കേനെ ആയിരിക്കുമെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത്. എന്തായാലും നാസർക്കയുടെ ഈ ഒരു ലോകം നമുക്കൊന്ന് കാണാൻ കേട്ടോ. നാസർക്ക, ഇവിടെ ഇപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഏതെല്ലാം കമ്പനികളുടെ മെയിനായിട്ട് സൈക്കിൾസ് ചെയ്യുന്നത്? എല്ലാ കമ്പനിയും ചെയ്യുന്നുണ്ട് ഞങ്ങൾ. ആളുകൾക്ക് വെച്ചാൽ ക്വാളിറ്റിയുള്ള സൈക്കിളുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളെ പറയുന്നത്. ഓക്കെ, ക്വാളിറ്റിയിലും നല്ല സർവീസും കൊടുക്കുക, അതാണ് ഞങ്ങളെ ഏറ്റവും പ്രാധാന്യമുള്ളത്. അതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് ഇപ്പം നല്ല സെയിലാണ് ഇപ്പോഴും. ഓക്കെ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ? ഹോൾസെയിലായിട്ട് ചെയ്യുന്നുണ്ട്, റീറ്റെയിലായിട്ടും ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ തന്നെ കുറേ ബ്രാഞ്ചുകളായിട്ട് അതും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് ചെയ്യണം, എന്നിട്ട് നല്ലൊരു കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ കൊടുത്തുള്ളൊരു ബിസിനസ്. ഓക്കെ, ഇതിപ്പോൾ ഉണ്ടല്ലോ താഴത്തെ ഇതിപ്പോൾ 4 നിലയായിട്ടുള്ള നമുക്ക് വരുന്നത്. 4 നില. ഓക്കെ, താഴത്തെ നിലയിൽ നമുക്ക് പ്രധാനമായിട്ടും കുട്ടികളുടെ സൈക്കിൾസ് ആണ് കേട്ടോ വരുന്നത്. കൊടുക്കുന്ന സൈക്കിളുകളുടെ ഗുണമേന്മ കൊണ്ടും ആഫ്റ്റർ സെയിൽ സർവീസ് സപ്പോർട്ടിൻ്റെ കൃത്യത കൊണ്ടുമാണ് കേട്ടോ കഴിഞ്ഞ 57 വർഷങ്ങളായി കേരളത്തിലുടനീളം 18ഓളം ബ്രാഞ്ചുകളും സബ് ബ്രാഞ്ചുകളുമായിട്ട് ഈ ഒരു സ്ഥാപനം നിലനിന്ന് പോകുന്നത്. ഏത് പ്രൈസ് റേഞ്ചിലും വരുന്ന സൈക്കിളുകളുടെ കമ്പനീയ ശേഖരം, അതാണ് ആളുകളെ ഉദയ സൈക്കിൾസിലേക്ക് അടുപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഉണ്ടല്ലോ ഇവിടെ വരുന്ന ആളുകൾക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലക്ഷൻ്റെ കാര്യത്തിൽ എന്താ പറയുക, നമ്മൾ വലിയൊരു ഫാക്ടറിയിലേക്ക് പോയൊരു ഫീലാണ്. ശരിക്കും 100 കണക്കിനൊന്നും പറഞ്ഞാലും കുറഞ്ഞു പോകും. കാരണം ഇത് ജസ്റ്റ് ഫസ്റ്റ് ഫ്ലോർ മാത്രം തുടങ്ങിയതേ ഉള്ളൂ. 1000കണക്കിന് സൈക്കിൾസ് ഇവർക്ക് വേറെയും ബ്രാഞ്ചുകളുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ ഏത് കളർ ഏത് കമ്പനി ഒക്കെ വേണമെന്ന് വിചാരിച്ചിട്ടുണ്ട് വരാൻ കേട്ടോ. കാണാം, നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പം ഫസ്റ്റ് ഫ്ലോറാണ് വരുന്നത്. ഇത് കുട്ടികളുടെ സെക്ഷൻ. നമുക്ക് മേലോട്ട് നടന്നാലോ?
ഇതിപ്പം വലിയവരുടെ കൂടി ആ ഒരു സെക്ഷനിലേക്ക് നമ്മൾ എത്തിയല്ലേ? ഞങ്ങൾക്ക് ഗ്യാരണ്ടിയിൽ വെക്കാൻ പറ്റിയ സൈക്കിളുകളാണ്. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മാത്രമുള്ളത്. നമുക്ക് ഗ്യാരണ്ടിയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ വിൽക്കുന്നത്. സൈക്കിളും വിൽക്കുന്ന ഗ്യാരണ്ടി തന്നെ. ഓക്കെ, ഇത് കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയുള്ള സൈക്കിൾസുകളാണ്. എല്ലാ സൈസിലുള്ള മോഡലും നമ്മുടെ അടുത്തുണ്ട്, അവൈലബിൾ ആണ്. അങ്ങനെ കുട്ടികളുടെ വണ്ടികളാണ് ഗ്യാരണ്ടിയുള്ള സൈസുള്ള കുട്ടികളുടെ ട്രൈസൈക്കിളും നമ്മൾ ഗ്യാരണ്ടി തന്നെ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാം നമുക്കൊരു നല്ലൊരു ബെനിഫിറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. പിന്നെ ഇവിടുന്ന് വാങ്ങുന്ന കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്ന് വാങ്ങിക്കുന്നുണ്ട്. തുടർന്നും നല്ലൊരു. ഓക്കെ, ശരിക്കും നമ്മളുടെ വീഡിയോ കണ്ടിട്ടുള്ളവരിലും ഒരുപാട് ആൾക്കാർ, ഞാൻ അന്ന് ഇങ്ങനെയാണ് ഉദയ സൈക്കിൾസ് എന്നാണ് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും തന്നെ കുറേ ആൾക്കാർ പറഞ്ഞു കേട്ടോ, അവരുടെയൊക്കെ ചെറുപ്പത്തിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്, ഇവരുടെ പല ബ്രാഞ്ചുകളിൽ നിന്നും സൈക്കിളൊക്കെ വാങ്ങിയിട്ടൊക്കെ ഉണ്ടെന്നുള്ളത്. എന്തായാലും എന്താ പറയുക, ഞാൻ ഇങ്ങനെ ഒരു എനിക്കും നിങ്ങൾക്ക് അറിയാമല്ലോ, തുടക്ക സമയത്ത് എനിക്കും അറിയത്തില്ലായിരുന്നു ഏത് സൈക്കിൾ ഇങ്ങനെ ദൂരം പോകുമ്പോൾ ഏത് സൈക്കിളായിരിക്കും ബെറ്റർ, MTV വേണോ, റോഡ് സൈക്കിൾ വേണോ, അതിൽ തന്നെ ഏത് കമ്പനിയുടെയാണ്, എത്ര ഗിയർ വേണം, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ശരിക്കും നാസറയ്ക്കും അതുതന്നെ നാസറയ്ക്കയുടെ മോനുണ്ട് ജാസിൽ, ജാസിൽ താഴെ ഉണ്ട് കേട്ടോ, വരും. അപ്പോൾ ജാസിലുമാണ് കേട്ടോ ഗൈഡ് ചെയ്തത് നമ്മളിത് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ. സൈക്കിൾ അന്വേഷിച്ച് വരുന്ന ആളുകൾക്കിടയിൽ പല സൈസിലുള്ള സൈക്കിൾ വേണം അങ്ങനെയുള്ള ആവശ്യക്കാരുണ്ടാവില്ല. അപ്പോൾ എല്ലാ തരത്തിലുള്ളതും നമുക്ക് മെയിനായിട്ട് ഇവിടെ ഉണ്ടാവുമോ? അല്ല, എല്ലാ സൈസിലുള്ള, അതായത് ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്നവർക്ക് വരെയുള്ള സൈക്കിളും നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഉണ്ടല്ലോ മുതിർന്നവരുടെ സെക്ഷനാണ്. ഇത് ഗിയർ സൈക്കിൾസ് ആണ് ഇവിടെ മെയിനായിട്ടുള്ളത്. ഓക്കെ, ഏറ്റവും എളുത്തരത്തിലാണ് അല്ലേ? ഓക്കെ, പല സൈസ് ഇത് ഉണ്ടല്ലോ. പ്രധാനമായിട്ട് എങ്ങനെ സൈക്കിളിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ സൈസ് വരുന്നത്? സൈസ് 12, 14, 16, 20, 24, 26, 27, 29. ഓക്കെ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൂരയാത്രയൊക്കെ പോകുന്ന ആളുകൾ സൈക്കിൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഹൈറ്റിനനുസരിച്ചുള്ള സൈക്കിൾസ് അങ്ങനെയല്ല. ഓക്കെ, കൊണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പല ആൾക്കാരും പല ഹൈറ്റുള്ള ആൾക്കാരായിരിക്കും. നമ്മളുടെ ചിലപ്പോൾ കാലിൻ്റെ ലെങ്ത്തൊക്കെ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കറക്റ്റ് സൂട്ടായിട്ടുള്ള സൈക്കിൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയുക വലിയ പ്രശ്നങ്ങളില്ലാതെ ചവിട്ടി പോകാൻ പറ്റുള്ളൂ. ഇത് വന്നിട്ട് ഗിയർ സൈക്കിളിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഒരുപാട് എന്താ പറയുക സൈക്കിളിൻ്റെ സൂപ്പർ മാർക്കറ്റ് എന്ന് അല്ലെങ്കിൽ വലിയ ഗോഡൗൺ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ജസ്റ്റ് ഇവിടുത്തെ ഒരു ഷോയ്ക്ക് വേണ്ടി വെച്ചേക്കുന്ന സൈക്കിൾസ് മാത്രമാണ്. അത് കൂടാതെ നമുക്ക് ഗോഡൗൺസ് വേറെ ഉണ്ടല്ലേ? നമ്മുടെ നാട്ടിൽ കാളോത്തറ സ്ഥലത്ത് വലിയൊരു ഗോഡൗൺ ആയിട്ടുണ്ട്. ബോക്സ് കയറി പോകും കടകൾക്കൊക്കെ, ബോക്സായിട്ട് കടകൾക്ക് ആവശ്യക്കാർക്കൊക്കെ ബോക്സ് കയറി പോകും. ഓക്കെ, പിന്നെ നമ്മൾ യൂണിറ്റ് ഉണ്ട്, അസംബ്ലി യൂണിറ്റ്. ഓക്കെ, പിന്നെ ഉണ്ടല്ലോ നമ്മൾ പ്രധാനമായിട്ടും ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ ഇത് കേരളം മുഴുവനാണ് ചെയ്യുന്നത്. കേരളം മുഴുവനെന്ന് ചോദിച്ചാൽ കേരളം ഇപ്പം നമ്മൾ തൊട്ടടുത്ത ഏരിയകളിൽ ജില്ലകളിലൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ മറ്റുള്ള ഭാഗത്തേക്ക് നമ്മളിങ്ങനെ കൂട്ടി വരികയാണ്. ഓക്കെ, ഇവിടുത്തെ ഗിയർ സൈക്കിളിൻ്റെ സെക്ഷനിൽ എങ്ങനെ പ്രൈസിങ് സ്റ്റാർട്ടിങ് മുതൽ എങ്ങനെ തുടങ്ങുന്നത്? സ്റ്റാർട്ടിങ് ഒരു 9 Rs മുതൽ ഗിയർ സൈക്കിൾസ് ഉണ്ട്. അതൊരു നോർമലി ഗിയർ ആയിരിക്കും. നമ്മൾ ഗിയറിന്റെ ക്വാളിറ്റി അനുസരിച്ചും സൈക്കിളിന്റെ ക്വാളിറ്റി അനുസരിച്ചും വില മാറ്റം വരുന്നുണ്ട്. ഓക്കെ, 35-40 വരെ വില പറഞ്ഞു, 20-25 വരെ അതുണ്ട്. ഓക്കെ, സോ അതെല്ലാം ഡയറക്റ്റ് ശരിക്കും നമ്മൾ വന്ന് കണ്ട് എന്താ പറയുക ഓടിച്ച് നോക്കിയൊക്കെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ കൂടി ഈസി ആയിരിക്കും കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഉദയ സൈക്കിൾസ് എന്ന് പറയുന്നത് മൾട്ടി ബ്രാൻഡ് ഷോറൂമാണ് കേട്ടോ. ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും 1-2 കമ്പനികളുടെ മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളുടെയും സൈക്കിൾസ് ഇവിടെ അവൈലബിൾ ആണ്. സോ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ എന്താ പറയുക ഇനിയിപ്പോൾ മക്കൾക്ക് ഗിഫ്റ്റ് അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ സമ്മാനമായിട്ടോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു സൈക്കിളിനൊരു പ്ലാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക ഉദയ സൈക്കിൾസിനെ കോൺടാക്ട് ചെയ്യുക. നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുള്ള ഗുണം എന്താ? നമുക്കെന്താ വെച്ചാൽ കുറഞ്ഞ റേറ്റിലൊക്കെ ഇത് ചെയ്യാൻ പറ്റണ്ടേ. വേറെ ആര് ചെയ്യുന്നതിനേക്കാളും റേറ്റ് വ്യത്യാസത്തിൽ ചെയ്യാൻ പറ്റും. കാരണം എന്താ പറയുക ഇതൊരു ഫാക്ടറി പോലെ, ഞാൻ പറഞ്ഞില്ല മലപ്പുറത്തിൻ്റെ ഫാക്ടറി എന്ന് പറയുന്നില്ല, അതുപോലെ തന്നെയാണ് ഒരുപാട് സെലക്ഷൻസ്, ഒരുപാട് കമ്പനികളുമായിട്ടുള്ള ടൈപ്പ്. അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള സൈക്കിൾസ് റീസണബിൾ റേറ്റിൽ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതല്ലാതെ ഇപ്പം ദൂരെയുള്ള ആളുകൾക്ക് അവർക്ക് ഇനിയൊരു ബ്രാൻഡ് ഇനിയൊരു സൈസ് സൈക്കിൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊറിയർ ചെയ്യാൻ പറ്റുമോ? നമ്മൾ മാക്സിമം ലെവലിലൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ 4 നിലയിലായിട്ട് ഇവിടെയുള്ള സൈക്കിളിൻ്റെ ഒരു കളക്ഷൻ. സോ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് സൈക്കിൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾ, ഇനിയിപ്പം മുമ്പോട്ടേക്ക് എന്തെങ്കിലുമൊക്കെ വലിയ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകൾ ധൈര്യമായിട്ട് ഇതാ ഞാൻ നമ്മളുടെ ഉദയ സൈക്കിൾസിൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഫാമിലി പോലെയാണ്. എന്താ പറയുക എന്നെ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിനെ ആ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്ത നാസർക്കേനോടുള്ള സ്നേഹം എത്ര പറഞ്ഞാലും എത്ര വീഡിയോകൾ വന്ന് ചെയ്താലും ഒന്നും ഇതാവത്തില്ല.
പക്ഷേങ്കിൽ നമ്മുടെ ഒരു സ്നേഹം ഇങ്ങനെയല്ല അറിയിക്കേണ്ടത്. സോ നിങ്ങളുടെയൊക്കെ ഈ അടുത്ത് സൈക്കിളൊക്കെ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പ്ലാനുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഏത് മോഡലുള്ള സൈക്കിൾസും ഇത് ഇവിടെ ലഭ്യമാണ്. സോ നിങ്ങൾ നാസർഖാനെ കോൺടാക്റ്റ് ചെയ്യുക, എന്നിട്ട് വാങ്ങുക കേട്ടോ. ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ ജാസിലെ. ശരിക്കും എൻ്റെ ഈ ഒരു റൈഡിന് വേണ്ടിയിട്ട് എന്നെ ഒരു സൈക്കിൾ സെലക്ട് ചെയ്യാൻ വേണ്ടി സഹായിച്ചത് ജാസിലാണ്. ജാസിൽ എന്തുണ്ട് വിശേഷം? സുഖമാണോ? സുഖം. എന്തായാലും വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. നല്ല എന്താ പറയുക, ഓടിക്കാൻ ഭയങ്കര സുഖമുള്ള നല്ലൊരു സൈക്കിളായിരുന്നു കേട്ടോ. അത് എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ഞാൻ നടത്തുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് പ്രധാനമായിട്ടും ഇവരുടെ വേറൊരു എന്താ പറയുക ഫിറ്റിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ എന്ന് പറയുന്നുണ്ട്, ഒരു പ്രത്യേകതകളുള്ള ഒരു യൂണിറ്റാണ്. നമുക്കിനിയിപ്പം അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. പ്രധാനപ്പെട്ട വേറൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളില്ലേ, ഇപ്പോൾ കണ്ണ് കാണാത്ത ആളുകൾ, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ, അവർക്കും ഈ ഒരു സ്ഥാപനത്തിൻ്റെ കീഴിൽ ജോബ് അതുപോലെ തന്നെ പരിശീലനമൊക്കെ നടത്തുന്നുണ്ട് നമ്മുടെ ഉദയ സൈക്കിൾസിൻ്റെ കീഴിലായിട്ട്. അപ്പം ഇവർ മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടെ വരുന്ന സൈക്കിൾസ് ഇല്ലേ, അതിൻ്റെയൊക്കെ അസംബ്ലിങ്. ഇതുകൊണ്ടോ, എങ്ങനെയായിരുന്നു പേര്? പ്രസാദ്. ഓക്കെ. കണ്ണ് കാണില്ല അല്ലേ നാസർക്ക? അപ്പോൾ ഉണ്ടല്ലോ, ഇതുണ്ട്. ഇപ്പോൾ സൈക്കിളിൻ്റെ ടയർ ഫിറ്റ് ചെയ്യണം. അതുപോലെ ഇവിടെ ഉള്ള എല്ലാവർക്കും ഇങ്ങനെ ഓരോരോ കഥകൾ പറയാനുണ്ട്. ശരിക്കും ഇവരെല്ലാം ഭയങ്കര എന്താ പറയുക, ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഭയങ്കര എക്സ്പേർട്ടുകളായി. ഇവിടെ വരുന്ന സൈക്കിളൊക്കെ അസംബിൾ ചെയ്യുന്നത് ഇവരാണ് കേട്ടോ. എല്ലാവരും തകൃതിയായിട്ടുള്ള ആ ഒരു വർക്കിലാണ്. ഇതിപ്പം സൈക്കിളിൻ്റെ ആ ഒരു ടയറിൻ്റെ ആ ഒരു കമ്പി അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതിപ്പം നിങ്ങളെങ്ങനെയാണ് പണി പഠിച്ചത്? വന്നിട്ടേ ഉള്ളൂ. ഓക്കെ. ആരാ ഇവിടുത്തെ ഏറ്റവും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാരാ? ഓക്കെ. ഉണ്ടല്ലോ, ഈ ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഈ ഒരു ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യം ശരിക്കും കണ്ണുള്ളവർക്ക് തന്നെ ചെയ്യൽ കുറേ പരിമിതികളുള്ളതാണ്. അപ്പം എങ്ങനെ ഇത് പഠിച്ചു വന്നത്? ഇപ്പം എങ്ങനെയുണ്ട് ഒരു ഇത് പഠിച്ചു വരാമെന്ന് പറഞ്ഞത്? ഇതിപ്പോൾ ഫെബ്രുവരിയിലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പം നമ്മളെ പോലെ ഉള്ളവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവായതുകൊണ്ട് അപ്പം നമ്മുടെ കുറച്ച് 3-4 പേര് കൂടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ റിസർച്ച് ചെയ്തിട്ട് ഇങ്ങനൊരു ഇത് കണ്ടുപിടിച്ചു. ഉദയായിട്ട് സംസാരിച്ചു. അപ്പോൾ ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ ഇവരും ഓക്കെ, നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരം തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആദ്യം ഒരു 3-4 പേർക്ക് ട്രെയിനിങ് കൊടുത്തു, പറ്റുമോ ഇല്ലേന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ 4-5 പേര് സക്സസ് ആയപ്പം ഇവർക്ക് ഉറപ്പായി ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഞങ്ങളങ്ങനെ ഇവിടെ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. ഇപ്പം നല്ല രീതിയിൽ മുൻപോട്ടേക്ക് പോകുന്നു. ഓക്കെ. ശരിക്കും ഒരു ആത്മവിശ്വാസമൊക്കെ കൂടിയില്ലേ? പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പം ഓരോരോ ആളുകൾക്ക് അവരുടേതായ സ്കില്ല് ഉണ്ടാവും. അപ്പം എന്താ പറയുക, ഈ ഒരു സാധനത്തിൽ ശരിക്കും കണ്ണുള്ളവർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇവർക്ക് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എന്താ പറയുക, നമ്മളൊക്കെ ഇപ്പോൾ കണ്ണുകൊണ്ടാകുമ്പോൾ പല സ്ഥലത്ത് നോക്കിയും അങ്ങനെ ഇങ്ങനെയൊക്കെ പോകും. പക്ഷേ ഇവർ കണ്ണുകൊണ്ട്, ഇവർ അകക്കണ്ണുകൊണ്ടാണ് കാണുന്നത്. അന്നേരം ഇപ്പം കറക്റ്റായിട്ട് സാധാരണ കണ്ണുള്ള ആളുകൾ ചെയ്യുന്നതിനേക്കാളും നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ഇവരെ കൊണ്ട് അതൊക്കെ സാധിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നാസർക്ക, ഇത് വളരെ വലിയൊരു കാര്യമാണ്. ഇതുപോലുള്ള ഒരുപാട് സംരംഭങ്ങൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ. എങ്ങനെയായിരുന്നു പേര്? എൻ്റെ പേര് അബ്ദുറഹ്മാൻ. കണ്ണ് കാണില്ല എന്നല്ല പറഞ്ഞത്? എനിക്ക് കണ്ണ് കാണുക. ഓക്കെ. കണ്ണ് കാണട്ടോ. ഓക്കെ. എങ്ങനെ പേര് പറഞ്ഞ? സുഹൈൽ. ഓക്കെ. പിന്നെ ഓരോരുത്തരൊന്ന് പരിചയപ്പെടും. എങ്ങനെയായിരുന്നു പേര് പറഞ്ഞ? നബീൽ. ഓക്കെ. പേരെങ്ങനെയായിരുന്നു? ആഷിർ. ഓക്കെ. റിയാസ്. ഓക്കെ. എന്തായാലും അടിപൊളിയായിട്ട് എല്ലാവരും നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് പോകുക കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോഴേക്ക്. എക്സ്പേർട്ടായിട്ടുള്ള 4 ആളുകൾ ഇപ്പോൾ കാസർഗോഡ് ഒരു പഞ്ചായത്തിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയി ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി ഇവിടുന്ന് പഠിച്ച് ക്ലിയർ ആയ ആളുകൾ. ഇതിപ്പോൾ ഉണ്ടല്ലോ, ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ തുടങ്ങി, ഇതിപ്പം കേരളം മുഴുവൻ അങ്ങനെ വ്യാപിപ്പിക്കാനോ അല്ലെങ്കിൽ ഇതുപോലുള്ള കണ്ണു കാണാത്ത ആളുകളെ ഒരുമിച്ച് അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരെ ആളുകൾ ഒരുമിച്ച് കൂട്ടി ഇതുപോലുള്ള സ്ഥാപനങ്ങൾ കേരളത്തിലുടനീളം ചെയ്യാൻ അങ്ങനെ വല്ല പ്ലാനിങ്ങുകളോ അങ്ങനെ പ്ലാനുണ്ട്. അങ്ങനെ ഇവർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ ആളുകൾ ന്യൂ വിഷൻ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് പോലെ ഒരു കമ്പനിയാണ്. ഓലത് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളെ പേരിലാണ്, കാസർഗോഡ് ഒരു പഞ്ചായത്തിലാണ് ഇപ്പോൾ ഒരു 4 പോയിട്ട് ഇത് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി പോയതാണ്. പറ്റും, കണ്ണ് കാണാത്തവർക്ക് ഇത് പറ്റും എന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഇവർ ചെയ്യുന്നതിൽ മെയിൻ വർക്കാണിത്. റിമ്മ് ബെൻഡ് എടുക്കാൻ ഞാൻ കണ്ടായിരുന്നു. ശരിക്കും നല്ല കോൺസെൻട്രേഷൻ, നല്ല ഇതിൽ വേണ്ട ഒരു കാര്യമാണ്. അതെല്ലാം വളരെ എന്താ പറയുക അടിപൊളിയായിട്ട് ഇവർ ചെയ്യുന്നുണ്ട്. ഈ മേലെ കാണുന്ന സൈക്കിളൊക്കെ അല്ല, ഇഷ്ടം പോലെ സൈക്കിളുകൾ ഇത് മേലെയുണ്ട്.
ഒരുപാട് സൈക്കിളുകൾ ഫിറ്റ് ചെയ്ത് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അധികം കുട്ടികളുടെയും നമ്മൾ അവിടെ കണ്ടില്ലായിരുന്നു അതുപോലെ ഉള്ള എല്ലാ തരത്തിലുള്ള ശരിക്കും പറഞ്ഞാൽ ഫാക്ടറി എന്ന് തന്നെ പറയാം കേട്ടോ. ഇവിടെ വരുന്ന ആളുകൾക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട്. നിങ്ങൾ ഇന്ന കമ്പനിയുടെ ഇന്നത് മാത്രമെന്നല്ല, വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ഏതാണെന്ന് നോക്കിയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നാസർക്ക, ഇതിപ്പോൾ ഇതുപോലെ സ്ഥാപനങ്ങൾ കേരളത്തിൽ എന്താ പറയുക, കേരളത്തിൻ്റെ ബാക്കി എവിടെയെങ്കിലുമൊക്കെ തുടങ്ങാൻ താല്പര്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗൈഡ് ചെയ്യാനും എല്ലാം പറ്റത്തില്ല? ഓരോ സ്ഥലത്ത് ഓരോ ചില പഞ്ചായത്തുകളിലൊക്കെ ഒരു ഇതേമാതിരി ട്രെയിനിങ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. കൊടുത്തു നോക്കിയിട്ട് അതിൽ നല്ല ആളുകളുണ്ടെങ്കിൽ ഒരു കുറഞ്ഞിട്ട് പഠിപ്പിക്കാനുള്ളൊരു അതിലുണ്ടാവില്ല. നമ്മൾ താല്പര്യം തോന്നിക്കുന്ന ആളുകളെ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള അവിടെ താമസിപ്പിച്ച് പണി പഠിപ്പിക്കാനുള്ളൊരു പ്ലാനാണ്. ഓക്കെ ഓക്കെ. പിന്നെ കൂടുതൽ ഏരിയകളിലേക്ക് ഒരു സംഘടന തന്നെ നോക്കുന്നുണ്ട് ഇതിങ്ങനെ കഴിയുമെന്നുള്ളത്. ഓക്കെ ഓക്കെ. നമ്മളുടെ വീഡിയോ കാണുന്ന ആളുകൾക്കിടയിൽ അതുപോലെ അങ്ങനെ താല്പര്യമുള്ള ആളുകൾ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഓക്കെ, എന്തായാലും കോൺടാക്ട് ചെയ്യാം കേട്ടോ. നാസർക്ക് എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ? ഓക്കെ ഓക്കെ. നമ്മളങ്ങനെയുണ്ടല്ലോ നമ്മളുടെ ഉദയ സൈക്കിൾസിൻ്റെ ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഷോപ്പിൻ്റെ അങ്ങോട്ടേക്ക് വന്ന് അവിടെയൊക്കെ ആയിട്ട് വേറെയും ഇതിൻ്റെ ഔട്ട്ലെറ്റുകളുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടോട്ടിക്കാർക്ക് അറിയാം, എന്താ പറയുക, ഇവിടെയുള്ള പല ആൾക്കാരുടെയും ചെറുപ്പകാലം ശരിക്കും സന്തോഷപൂർണ്ണമാക്കിയത് ഉദയ എന്ന് പറയുന്ന ബ്രാൻഡായിരിക്കട്ടെ. ഇവിടെ സ്പെയർസ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം ഇവിടുത്തെ സ്റ്റാഫാണേ. നമസ്തേ. ഓക്കെ. പിന്നെ ബേബി സൈക്കിൾസ്, എല്ലാ സൈക്കിൾസും അവിടെയുള്ള പോലെ തന്നെ ഇവിടെയുണ്ട്. ഇവിടെ സ്ഥലം കുറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് മാറിയത്. സ്ഥലം കുറഞ്ഞില്ല, സൗകര്യം കൂടുതൽ രണ്ട് ഭാഗമായിട്ട് ഇട്ടതാണ്. സൗകര്യം കൂടുതലുള്ള സ്ഥലം കൂടി. നാസർക്കാം, അപ്പം അടുത്ത യാത്രയിൽ വീണ്ടും കാണാം. ഓക്കെ. അപ്പോൾ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, ഞാൻ ഇറങ്ങുവാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ മറക്കണ്ട. എന്താ പറയുക, നമ്മളുടെ ഫാമിലിയുടെ സപ്പോർട്ട് എന്താണെന്നുള്ളത് നാസർക്കേനെ അറിയിച്ചു കൊടുക്കുക. അത് കൂടാതെ ഇതുണ്ടല്ലോ, നമ്മൾ ഒരുമിച്ച് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ ഇനീഷ് ഇപ്പം എൻ്റെ വീട് തൊട്ടടുത്താണല്ലോ. ഞാൻ ഇവിടെ വന്നിട്ട് കൊണ്ടോട്ടി വന്നെന്ന് പറഞ്ഞപ്പോൾ എന്നെ കൂട്ടിയിട്ട് എങ്ങാണ്ടെങ്കോ ചിലവൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. തീർച്ചയായിട്ടും ആണോ? പോകുന്നല്ലോ നമുക്ക്.